കുട്ടിക്കാലം മുതൽ തന്നെ നമുക്ക് വലിയ കൗതുകമുള്ളൊരു വാഹനമാണ് ഹെലികോപ്റ്റർ. ആകാശത്തൂടെ പറക്കുന്ന ഹെലികോപ്റ്ററിനെ കണ്ട് കൗതുകത്തോടെ നോക്കി നിൽക്കാത്ത ഒരാളും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഹെലികോപ്റ്ററുകൾ പറത്തുന്ന ആളുകളും നമുക്ക് ഹീറോമാരാണ്. നേവിയിൽ ദീർഘകാലം ഹെലികോപ്റ്റർ പൈലറ്റായിരിക്കുകയും നിരവധിയായ റെസ്ക്യൂ ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുകയും സാഹസിക പ്രവർത്തനങ്ങളിൽ മുഴുകുകയൊക്കെ ചെയ്ത ഒരു ക്യാപ്റ്റനാണ് ഇന്ന് നമ്മോടൊപ്പം. ക്യാപ്റ്റൻ പി രാജ്കുമാർ, നമസ്കാരം. നമസ്കാരം. ഒരു ചെറിയ ഹെലികോപ്റ്റർ വാങ്ങണമെങ്കിൽ എന്ത് വില വേണ്ടി വരും, എന്ത് കാശ് കൊടുക്കേണ്ടി വരും? അയ്യോ, ഞാൻ ഒരു ആലോചിച്ചു പോലില്ല. അത്ര അധികം നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റാത്ത അത്ര കാശ് വേണ്ടി വരും ആണല്ലേ ഹെലികോപ്റ്റർ വാങ്ങാൻ. സാധാരണ വിമാനത്തേക്കാൾ കാശ് കുറച്ച് മതി എന്നൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അതെ, അങ്ങനെയല്ല. ഹെലികോപ്റ്റർ മെയിൻ്റനൻസ് ഭയങ്കര അധികമാണ്. സാധാരണ ഒരു ചെറിയ എയ്റോപ്ലെയിനേക്കാളും എത്രയോ അധികം വില വരുമല്ലേ ഹെലികോപ്റ്റർ. അപ്പോൾ ആ സ്വപ്നം അങ്ങ് മാറ്റി വെക്കുന്ന ബുദ്ധി. ഇപ്പം വേണമെങ്കിൽ ഇനി ഡ്രോണുകളുടെ ഒരു കാലം വരാൻ പോവാണല്ലോ. ഇനി ഡ്രോണിനെ കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും ബുദ്ധി. എങ്ങനെയാണ് ഈ ഹെലികോപ്റ്റർ പൈലറ്റ് ആവണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായത്? അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണോ അതോ ആകസ്മികമായിട്ട് സംഭവിച്ചതാണോ? അതൊക്കെ എനിക്ക് തോന്നുന്നത് ആകസ്മികമായിട്ട് അങ്ങനൊരു സംഭവിച്ചതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് ഒരു ഹെലികോപ്റ്റർ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. നിലമ്പൂരാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ ഈ റബ്ബർ എസ്റ്റേറ്റിൽ ഈ മരുന്ന് തെളിക്കാൻ ഒരു ഹെലികോപ്റ്റർ വന്ന അന്ന് അവിടെ അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്ത ഹെലികോപ്റ്റർ എൻ്റെ അമ്മേൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോയി കാണിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവിടെ ലാൻഡ് ചെയ്ത് അവിടെ ഫ്ലൈ ചെയ്തിരുന്ന ഒരു ചെറിയ ഹെലികോപ്റ്റർ. പിന്നെ എയർഫോഴ്സ് അക്കാഡമിയിൽ ഫ്ലൈയിങ്ങിന് പോയപ്പോഴാണ് ആദ്യമായിട്ട് വിമാനം എന്താണോ അല്ലെങ്കിൽ ഫ്ലൈയിങ് എന്താണോ എന്നൊക്കെ ഞാൻ അറിയണത്. ഈ നേവിയിലേക്ക് ചേർന്ന് തന്നെ ആകസ്മികമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. NCC-യിലൊക്കെ ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് NCC-ൽ ഉണ്ടായിരുന്നു. അങ്ങനെ NCC-ൽ റിപ്പബ്ലിക് ഡേ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ. പക്ഷെ അത് കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ വരുമ്പോൾ എന്തോ കുറച്ചും കൂടി ഒരു കലയും സാഹിത്യമൊക്കെ ആയിരുന്നു എൻ്റെ ഒരു താല്പര്യം. എന്ത് വിഷയമായിരുന്നു ഡിഗ്രിയൊക്കെ പഠിച്ചിരുന്നത്? പഠിച്ചത് സുവോളജി പഠിച്ചത്. അപ്പം നിലമ്പൂർ അടുത്തൊരു മഞ്ചേരി എന്നുള്ളൊരു സ്ഥലത്തായിരുന്നു പഠിച്ചത്. അങ്ങനെ കോളേജ് പഠിത്തം കഴിഞ്ഞ് ലാസ്റ്റ് ഇയറിൽ ഈ CDSE എക്സാം എഴുതാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ എറണാകുളത്ത് വന്ന് എഴുതി. ഞാൻ മാത്രം പാസ്സായി, ബാക്കിയൊന്നും ആരും പാസ്സായില്ല. അങ്ങനെ നേവിയിൽ ചേർന്നതാണ്. നേവിയിൽ ചേരുമ്പോഴും ഈ പൈലറ്റ് ആവുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സെലക്ഷൻ SSB സെലക്ഷന് അന്ന് സെലക്ഷൻ പോയപ്പോൾ അവർ പറഞ്ഞു കുറച്ച് വേക്കൻസീസ് ഫ്ലൈയിങ് ബ്രാഞ്ചിൽ കുറച്ച് വേക്കൻസീസ് ഉണ്ട്, എന്തുകൊണ്ട് ഓപ്റ്റ് ചെയ്തുകൂടാന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏവിയേഷൻ ബ്രാഞ്ചിൽ വന്നത്. ഈ പരിശീലനമൊക്കെ കിട്ടുന്നത് നേവിയുടെ ഭാഗത്തു നിന്നാണോ എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നാണോ? ഇനീഷ്യൽ ആദ്യത്തെ പരിശീലനം എയർഫോഴ്സിന്റെ അക്കാഡമിയിലാണ്. അത് ആർമി നേവി എയർഫോഴ്സിന് ഒന്നിച്ചാണ് പരിശീലനം. അത് കഴിഞ്ഞ് ബേസിക് ഫ്ലൈയിങ് ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ നേവിയിലും എയർഫോഴ്സിലും ആർമിയിലും സെപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ട്. ഈ നേവിയിൽ ഈ ഹെലികോപ്റ്റർ പൈലറ്റിന്റെ ജോലി എന്തൊക്കെയാണ്? ഹെലികോപ്റ്ററിന്റെ ഉദ്ദേശം എന്താണ് നേവിയിലെ? കപ്പലുകൾ, എയർക്രാഫ്റ്റ് കാരിയേഴ്സ്. അപ്പോൾ അത് അവിടെ ഹെലികോപ്റ്റേഴ്സിന് മാത്രമേ ഫ്ലൈ ചെയ്യാൻ, അതായത് അവിടെ നിന്ന് ആളുകളെ റെസ്ക്യൂ ചെയ്യലാവാം, മെറ്റീരിയൽ സപ്ലൈ ചെയ്യലാവാം, എന്തും ആവാം. മരുന്ന് മിഷൻസ്, മെഡിക്കൽ ഇവാക്യുവേഷൻ മിഷൻസ്, ബോത്ത് ഡിഫൻസീവ് ആസ് വെൽ ആസ് ഒഫൻസീവ് മിഷൻസ്. എയർക്രാഫ്റ്റ് കാരിയറുകൾ പോലുള്ള കപ്പലുകളിലും അല്ലാതെ യുദ്ധക്കപ്പലുകളും ചെറിയ കപ്പലുകളിലും ഒക്കെ ഇതിലൊക്കെ ഇത്തരം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ഫെസിലിറ്റി ഉണ്ടോ? ഹെലികോപ്റ്ററിന്റെ എല്ലാ ഷിപ്പിന്റെയും ബാക്കിൽ ആണ് ഹെലോ ഡെക്ക്. ഏറ്റവും ബാക്കിലാണ്, ഷിപ്പിന്റെ ഏറ്റവും അറ്റത്താണ് ഹെലോ ഡെക്ക്. ചെറിയ സ്പേസ് ആണ്, അവിടെയാണ് ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യുക. മിക്കവാറും എല്ലാ യുദ്ധക്കപ്പലിനും ഉണ്ടാവും. മിക്കവാറും ഒരു മീഡിയം സൈസ് ആൻഡ് ബിഗർ ഹെലികോപ്റ്റേഴ്സ് ഷിപ്സിനൊക്കെ ഈ ഹെലികോപ്റ്റേഴ്സ് ലാൻഡ് ചെയ്യാനുള്ള ഹെലോ ഡെക്ക് ഉണ്ടാവും. ഈ ഹെലികോപ്റ്ററിന് എത്ര ദൂരം വരെ കടലിൽ അകലെയുള്ള കപ്പലിലേക്ക് എത്താൻ പറ്റും? അത് ഓരോ ഹെലികോപ്റ്ററിന് അനുസരിച്ച്. വലിയ ഹെലികോപ്റ്റേഴ്സ് ഞാൻ ഫ്ലൈ ചെയ്തിരുന്നത് സീക്കിംഗ് ആണ്. സീക്കിങ്ങിന് ഒരു 500 മൈലൊക്കെ സുഖമായി ഫ്ലൈ ഫ്ലോ. ചെറിയ ഹെലികോപ്റ്ററിന് അത്ര ദൂരം പോകാൻ പറ്റില്ല, അത് കുറച്ച് അടുത്തേ പോകാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഇതിന്റെ റൂൾസ് എന്താ വെച്ചാൽ, റൂൾസ് പറഞ്ഞ ഫാക്ടേഴ്സ്, ഈ ഒരു എഞ്ചിനുണ്ടോ 2 എഞ്ചിനുണ്ടോ. അപ്പോൾ കടലിന്റെ മുകളിൽ ഫ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡേഞ്ചർ അല്ലേ. അപ്പോൾ ഒരു എഞ്ചിനുള്ള ഹെലികോപ്റ്റർ ആണെങ്കിൽ അഥവാ എഞ്ചിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ലാൻഡ് ചെയ്യാൻ ഈ കരയിൽ ഫ്ലൈ ചെയ്യണ പോലെയല്ല കടലിൽ ഫ്ലൈ ചെയ്യുമ്പോൾ, ഇടയ്ക്കൊന്നും ഇറക്കാൻ പറ്റില്ല എവിടെയും. അപ്പോൾ അതാണ് നേവിയൽ ഫ്ലൈയിങ്ങിന്റെ ചലഞ്ചസ്. അപ്പോൾ ഒരു ഹെലികോപ്റ്ററിന് ഒരു ഷിപ്പിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്താൽ വേറൊരു ഷിപ്പിൽ പോയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നമ്മൾ എയർഫോഴ്സോ അല്ലെങ്കിൽ ആർമിയോ ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ കരേൻ്റെ മുകളിൽ ഫ്ലൈ ചെയ്യുന്ന ഹെലികോപ്റ്റർ എവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ സ്കൂൾ ഗ്രൗണ്ട് കണ്ടാൽ നമുക്ക് ഇറക്കാം, ഒരു എമർജൻസി വരികയാണെങ്കിൽ. ഈ കടൽ നേവിയിൽ ഫ്ലൈ ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ വിമാനങ്ങൾക്കാണോ ഹെലികോപ്റ്ററിനാണോ ഈ പറക്കുമ്പം അപകട സാധ്യത കൂടുതൽ അല്ലെങ്കിൽ റിസ്ക് എലമെന്റ് കൂടുതലുള്ളത്?
അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഹെലികോപ്റ്റേഴ്സിന് കുറച്ചും കൂടിയും അധികമാണ് റിസ്ക്. കാരണം മെഷീനിന്റെ കോംപ്ലക്സിറ്റി, ഹെലികോപ്റ്റർ ആസ് എ മെഷീൻ ഈസ് മച്ച് മോർ കോംപ്ലക്സ്. അപ്പോൾ അതിന് ദ ചാൻസസ് ഓഫ് ഇതിന്റെ എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ ചെയ്യാൻ ചാൻസസ് അധികം ഹെലികോപ്റ്റേഴ്സിനാണ്. അതുപോലെ തന്നെ വെതറും കൂടുതൽ അത് ചെറിയ ഹെലികോപ്റ്റേഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആകുമ്പോൾ ഈ വെതർ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവും. ഇപ്പൊ കാറ്റ്, അല്ലെങ്കിൽ മഴ, അല്ലെങ്കിൽ ഈ സൈക്ലോൺ, അല്ലെങ്കിൽ സാധാരണ ഒരു എന്തൊരു വെതറും ഈ വലിയ എയ്റോപ്ലെയിൻസിനൊക്കെ ഈ വെതറിന് മുകളിൽ ഫ്ലൈ ചെയ്യാം. ഹെലികോപ്റ്റേഴ്സിന് അത്ര മുകളിൽ പോകാൻ പറ്റില്ല. 10,000 ഫീറ്റിന് താഴെ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഓക്സിജൻ വേണം. അപ്പോൾ ഹെലികോപ്റ്റേഴ്സിനൊന്നും ഓക്സിജൻ ഇല്ലല്ലോ. അപ്പോൾ ഹെലികോപ്റ്റേഴ്സ് എന്നും ഭൂമിന്റെ അടുത്താണ് ഫ്ലൈ ചെയ്യുക. അപ്പോഴാണ് ഏറ്റവും അധികം വെതർ എൻകൗണ്ടേഴ്സ്. പിന്നെ ഈ സ്പീഡും അതിനൊരു ഘടകമാണ്. ഹെലികോപ്റ്റേഴ്സിനൊന്നും മാക്സിമം സ്പീഡ് അബൌട്ട് 140 knots അത്രേ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ, അതിന് താഴെ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പീഡ് ഇസ് ഓൾസോ എ ഫാക്ടർ. അപ്പോൾ സ്പീഡ് ഇല്ലാത്ത ഇറ്റ് വിൽ ടേക്ക് ദാറ്റ് മച്ച് ലോങ്ങർ ടു ഫ്ലൈ. ഈ വലിയ ഹെലികോപ്റ്ററുകളിൽ അല്ലെങ്കിൽ കപ്പാസിറ്റി ലോങ് റേഞ്ച് ഉള്ളതിനാണ് ഈ 2 പൈലറ്റുമാരുണ്ടാവണമെന്നൊക്കെ. എല്ലാ ഹെലികോപ്റ്റേഴ്സിനും 2 പൈലറ്റ് ഒരു വേണം. ചില മിഷൻസിൽ ചെറിയ സ്മോളർ ഹെലികോപ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു സിംഗിൾ പൈലറ്റിൽ ഫ്ലൈ ചെയ്യാം. ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, അധികം കോംപ്ലക്സിറ്റി ഇല്ലാത്ത മിഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പൈലറ്റ് മതി. പക്ഷേ ഞങ്ങളുടെ നേവി മിഷൻസിനും അല്ലെങ്കിൽ വലിയ ഹെലികോപ്റ്റേഴ്സിനൊന്നും ഒരു പൈലറ്റ് മാത്രം പോരാ, എന്നും 2 പൈലറ്റും അത്യാവശ്യമാണ്. കാരണം ഞങ്ങൾ ഫ്ലൈ ചെയ്യുന്ന ഓരോ മിഷനും അത്ര ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഒരു പൈലറ്റിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റണതല്ല. ചിലപ്പോൾ ഒരു പൈലറ്റ് ഡിസോറിയന്റേഷൻ ആവും, അതൊരു വളരെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ മറ്റേ പൈലറ്റ് ഷുഡ് ബി ദെയർ ആസ് സേഫ്റ്റി who can continue flying. ഇതിങ്ങളുടെ പരിശീലനം എങ്ങനെയാണ്? ഒരു സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞാൽ. ഓക്കെ, വളരെ എക്സ്പെൻസീവ് ആണ് ഈ ഫ്ലൈയിങ് ട്രെയിനിങ്. അപ്പോൾ എല്ലാവരെയും ഫ്ലൈയിങ് ട്രെയിനിങ്ങിൽ വിടാൻ പറ്റില്ല. അപ്പോൾ ഈ സെലക്ഷൻ ഹാസ് ടു ബി വളരെ സ്ട്രിക്റ്റ് സെലക്ഷൻ ആണ്. ഈ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു തറു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, ഒരു കംപ്ലീറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ. അത് കഴിഞ്ഞ് മാത്രമേ ഫ്ലൈയിങ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫ്ലൈയിങ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണത് ഇന്നിപ്പോൾ എയർഫോഴ്സ് അക്കാഡമി ആണ്, ഡിണ്ടിഗൽ, ഹൈദരാബാദ്. അതാണ് അതിൻ്റെ ബേസിക് ഫ്ലൈയിങ് ട്രെയിനിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. ആർമി ആണെങ്കിലോ നേവി ആണെങ്കിലോ എയർഫോഴ്സ് ആണെങ്കിലോ അവിടെ നിന്നാണ് സാധാരണ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യുക. അതൊക്കെ ഈ സിമുലേറ്ററുകളിലാണ് തുടങ്ങുന്നത്. സിമുലേറ്റേഴ്സ് ഉണ്ട്, അതിന്റെ കൂടെ സാധാരണ എയ്റോപ്ലെയിൻസ് ആണ്, ഹെലികോപ്റ്റേഴ്സ് അല്ല. സാധാരണ ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ്, അത് ബേസിക് ട്രെയിനിങ് എപ്പോഴും ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ആ ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണം. ഞാൻ സെലക്ഷൻ കിട്ടി, ഞാൻ ഫ്ലൈ ചെയ്തിരുന്നത് അന്ന് ജെറ്റ്സ് ആയിരുന്നു, കിരൺ എന്നുള്ള ജെറ്റ് ആയിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും ഫ്ലൈ ചെയ്തത് കിരൺ ജെറ്റ്സിലാണ്. അത് കഴിഞ്ഞ് ഫ്ലൈയിങ് ട്രെയിനിങ് കഴിഞ്ഞ് ആണ് ട്രൈഫർക്കേറ്റ് ചെയ്യുക. അതായത് ഫൈറ്റേഴ്സ് ഫ്ലൈ ചെയ്യണോ, ട്രാൻസ്പോർട്ട് എയ്റോപ്ലെയിൻസ് ഫ്ലൈ ചെയ്യണോ, ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യണോ. അന്ന് അതിന് ഈ ട്രൈഫിക്കേഷൻ നടക്കും. സാധാരണ വിമാനം പറപ്പിക്കാൻ പഠിച്ചിട്ടാണ് പിന്നെ ഹെലികോപ്റ്റർ ഇസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫ്ലൈയിങ്. ആക്ച്വലി സാധാരണ ആൾക്കാരുടെ വിശ്വാസം ഹെലികോപ്റ്റർ പറപ്പിക്കാൻ മറ്റത്ര വൈദഗ്ധ്യം വേണ്ടെന്നാണ്. അയ്യോ അല്ല, നേരെ തിരിച്ചാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യാൻ. അപ്പം സാധാരണ വിമാനം പറപ്പിക്കുന്നതിന്റെ അടുത്ത ഡിഗ്രിയാണ് ഹെലികോപ്റ്റർ ഫ്ലൈ. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഹെലികോപ്റ്റർ കോൺസ്റ്റന്റ്ലി ഫ്ലൈ ചെയ്യണം. ഈ ഓട്ടോ പൈലറ്റ്സ് ഒക്കെ ഇന്നത്തെ മോഡേൺ ഹെലികോപ്റ്റേഴ്സിലൊക്കെ ഓട്ടോ പൈലറ്റ് ഉണ്ട്, എന്നാലും ഈ ഓട്ടോ പൈലറ്റ്സിനൊക്കെ ഭയങ്കര ലിമിറ്റേഷൻസ്. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം, അല്ലേ? സിറ്റുവേഷൻസ് മാറാം. മാനുവലി ഫ്ലൈ ചെയ്യുന്ന ഒരു മെഷീനാണ് ഹെലികോപ്റ്റർ. അത് കാരണം ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ് ഓൾസോ. ഈ താഴെ ഒരു മൈതാനത്ത് നമ്മൾ ഇറക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ നേരിട്ടുള്ള കാഴ്ചയും ജഡ്ജ്മെന്റും അല്ലേ അതിനകത്ത് നടക്കുന്നത്, അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു ഇൻപുട്ടും നമുക്ക് കിട്ടുന്നില്ലല്ലോ. വിമാനത്തിന് അങ്ങനെയല്ലല്ലോ. ലാൻഡിങ് റൺവേ ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം പോലുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഹെലികോപ്റ്ററിന് ഈ പൈലറ്റിന്റെ ഒരു ബുദ്ധിയും യുക്തിയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ലാൻഡ് ചെയ്യുന്നത്. ഹെലിപാഡ്സിൽ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റേഷൻ ഒന്നും സ്കോപ്പില്ല. അപ്പോൾ അത് പൈലറ്റ് മാനുവലി ഫ്ലൈ ചെയ്ത് വന്ന് ലാൻഡ് ചെയ്യണം. അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇറങ്ങണം. അല്ലാതെ ആ ജഡ്ജ്മെന്റ് ഒക്കെ കറക്റ്റ് ആകുന്നതാണല്ലോ ഇതിനകത്ത് വലിയ റിസ്ക്. അത് കാരണം തന്നെയാണ് ഹെലികോപ്റ്റേഴ്സ് പകൽ സമയത്ത് മാത്രമേ ഫ്ലൈ പറ്റുള്ളൂ. രാത്രി ഈ സിവിൽ ഫ്ലൈയിങ് ഒന്നും എവിടെയും പറ്റില്ല. ലൈറ്റപ്പ് ചെയ്താൽ ചെയ്യാൻ പറ്റില്ല. മിലിറ്ററിയിൽ ചെയ്യാം. ലൈറ്റപ്പ് ചെയ്താൽ ഫോറിൻ കൺട്രീസിൽ പലയിടത്തും നടക്കുന്നുണ്ട്. ലൈറ്റപ്പ് ചെയ്താൽ നമുക്ക് രാത്രി ഫ്ലൈ ചെയ്യാം. പക്ഷെ ഇന്ത്യയിൽ ആസ് ഓഫ് നൗ അതിനുള്ള അനുമതിയില്ല. പകല് മാത്രമേ ഉള്ളൂ, ഡേ ഫ്ലൈയിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിശീലനത്തിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ ഈ അടുത്ത ഘട്ടത്തിൽ എന്താണ്? ഈ എയർഫോഴ്സ് അക്കാഡമിയിൽ അവിടെ പോയി ജോയിൻ ചെയ്താൽ എല്ലാവരും ഈ കിരൺ ജെറ്റാണ് ഞങ്ങൾ ഫ്ലൈ ചെയ്തിരുന്നത്. അങ്ങനെ ഓരോരോ ഫേസാണ്. ആദ്യത്തെ 14 മിഷൻ കഴിഞ്ഞാൽ നമ്മൾ സോളോ ഫ്ലൈ ചെയ്യണം, തനിച്ച് പറക്കണം. അതുവരെ ഒരാൾ കൂടെ ഉണ്ടാവും, അതുവരെ ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പറക്കണം, സോളോ ഫ്ലൈ ചെയ്യണം. ഒരു 14 അവർ കഴിയുമ്പോൾ 14 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും.
ചെക്ക് ചെയ്ത് നമ്മൾ ഫിറ്റ് ആണ്, നമ്മൾ സേഫ് ആണെന്ന് കാണുകയാണെങ്കിൽ നമ്മളെ സോളോ ഒറ്റയ്ക്ക് ലോഞ്ച് ചെയ്യും. അതൊരു ഭയങ്കര ഒരു ആരും ഉണ്ടാവില്ല, ഓൾ അലോൺ. അത് ഫസ്റ്റ് ടൈം ദാറ്റ് യു ആർ ഓൾ അലോൺ ഇൻ ദി എയർ. അത് കഴിഞ്ഞ് പിന്നെ പല ഫേസസും ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഫ്ലൈയിങ് ഫേസ് ഉണ്ട്, പിന്നെ നൈറ്റ് ഫ്ലൈയിങ് ഫേസ് ഉണ്ട്, പിന്നെ നാവിഗേഷൻ ഫേസ് ഉണ്ട്, പിന്നെ അങ്ങനെ ആർമമെന്റ് ഫേസ് ഉണ്ട്, ഫോർമേഷൻ ഫ്ലൈയിങ് ഉണ്ട്. അങ്ങനെ ആദ്യത്തെ നൈറ്റ് ഫ്ലൈയിങ് ഫേസിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഫ്ലൈ ചെയ്ത് നൈറ്റ് ഫ്ലൈയിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൈദരാബാദിൽ ഡണ്ടിഗലിൽ എൻ്റെ മുമ്പിലത്തെ എയറോപ്ലെയിൻ, എൻ്റെ മുമ്പിൽ ഫ്ലൈ ചെയ്യണ എയർക്രാഫ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്ത് ലാൻഡ് ചെയ്യണ സമയത്ത് ക്രാഷായി. റൺവേന് ഷോർട്ടായിട്ട് ക്രാഷായി. അപ്പൊ പിന്നെ റിക്കവർ ചെയ്യേണ്ട എൻ്റെ എയർക്രാഫ്റ്റ്, പിന്നെ ലാൻഡ് ചെയ്യണ ഞാനാണ്. അപ്പൊ എനിക്ക് റൺവേ എത്തിയില്ല, അതിന് മുമ്പ് അവർ ക്രാഷ് ചെയ്തു. അപ്പൊ ബോത്ത് പൈലറ്റ്സ് ഡൈഡ്, 2 പൈലറ്റ്സും ഓൺ ദ സ്പോട്ട് ഡെത്ത് ആണ്. കാണുന്നുണ്ടോ അത്? ആയിട്ട് ലാൻഡ് ഓൺ ദ സെക്കൻഡറി റൺവേ. ഇതിന്റെ കൂടെ വേറൊരു റൺവേ ഉണ്ട് പാരലൽ ആയിട്ട്. അപ്പൊ എനിക്ക് അവിടെ ലാൻഡ് ചെയ്യേണ്ടി വന്നു. അതല്ല, ക്യാപ്റ്റൻ അത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ മുംബൈ പോകുന്നവരായിരുന്നേ ലാൻഡ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ ആ കത്തുന്ന പ്ലെയിൻ ഇങ്ങനെ കാണാം എനിക്ക്. അതൊന്നും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു. പിന്നെ എന്താ സംശയം, കാരണം ഒന്നും അറിയാതെ ഫ്ലൈയിങ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ അടുത്ത സ്റ്റേജ് പിന്നെ എന്താണ്? അത് കഴിഞ്ഞ് വൺസ് യു ഗ്രാജുവേറ്റ് ഫ്രം ദ എയർഫോഴ്സ് അക്കാഡമി, അത് പിന്നെ നേവിയിൽ ഐ ഓപ്റ്റഡ് ഫോർ ദ ഹെലികോപ്റ്റേഴ്സ്. കാരണം എനിക്ക് ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യാനായിരുന്നു താല്പര്യം. നേവിയിൽ മുഴുവൻ ഹെലികോപ്റ്റേഴ്സ് കുറെ സ്കോപ്പ് ഉണ്ട് ഫ്ലൈ ചെയ്യാൻ എനിക്ക്. അപ്പോൾ ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യാൻ ഞാൻ ഓപ്റ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ഹെലികോപ്റ്റേഴ്സ് കിട്ടി. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ട്രെയിനിങ് തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. നേവിയിൽ വന്നിട്ട് ഹെലികോപ്റ്റർ ട്രെയിനിങ് സ്കൂൾ, അന്ന് കൊച്ചിയിലാണ് നേവൽ ഹെലികോപ്റ്റർ ട്രെയിനിങ്. അന്ന് ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഹെലികോപ്റ്റർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഹെലികോപ്റ്റർ ട്രെയിനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആണ് നേവൽ പൈലറ്റായിട്ട് എനിക്ക് പോർട്ട് ബ്ലെയറിലേക്ക്, ആദ്യത്തെ പോസ്റ്റിംഗ് ആൻഡമാനിലേക്കായിരുന്നു. പോർട്ട് ബ്ലെയറിൽ പോയി. എത്ര സമയമാണ് ഇവിടുത്തെ കൊച്ചിയിലെ ട്രെയിനിങ് ഉണ്ടായിരുന്നത്? 6 മാസം. 6 മാസം. ഈ ആൻഡമാനിൽ വെച്ച് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ? ആൻഡമാനിൽ മറക്കാൻ പറ്റാത്ത നല്ല, ഇറ്റ്സ് വെരി ചലഞ്ചിങ്. അവിടെ ഫ്ലൈ ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടും വളരെ ചലഞ്ചിങ്. ഓരോ ദ്വീപുകൾ കുറെ ദൂരത്തല്ലേ. അപ്പൊ ഈ ഹെലികോപ്റ്റേഴ്സ് ഒരു ഐലൻഡിൽ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് ഫ്ലൈ ചെയ്യാൻ നടുവിൽ മുഴുവൻ കടലാണ്. ഇതെന്തെങ്കിലും എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാനൊന്നും സ്ഥലമില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ പോർട്ട് ബ്ലെയറിലാണ് പോസ്റ്റഡ് ആയിരുന്നത്. അവിടുന്ന് ഞങ്ങൾ നോർത്ത് ഐലൻഡിലും സദർൺ ഐലൻഡിലും ഫ്ലൈ ചെയ്തിരുന്നു. ട്രൈബൽസിനോ അല്ലെങ്കിൽ വില്ലേജേഴ്സിനോ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇവാക്വേഷനോ അങ്ങനത്തെ വല്ല ആവശ്യങ്ങൾക്കാണ് ഹെലികോപ്റ്റേഴ്സ് ഞങ്ങൾ അധികം ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ പലരെയും ഞങ്ങൾ ഈ മെഡിക്കൽ ഇവാക്വേഷന് ഈ ഐലൻഡ്സ് എന്നുള്ള ട്രൈബൽസിനോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽസിനെ ഞങ്ങൾ ഇവാക്വേറ്റ് ചെയ്ത് പോർട്ട് ബ്ലെയർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു പ്രഗ്നന്റ് ലേഡീനെ ഷീ ഹാഡ് ടു ബി ഇമ്മീഡിയറ്റ്ലി ഇവാക്വേറ്റഡ് ഫ്രം നോർത്തേൺ ഐലൻഡ് ദിഗ്ലിപൂർന്ന്. അപ്പോൾ 1 മണിക്കൂറിന്റെ ഫ്ലൈയിങ് ഉണ്ട് അവിടുന്ന്. അപ്പോൾ ഞങ്ങൾ പോയി ലാൻഡ് ചെയ്തു. വിവരം കിട്ടി ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി പോയി അവിടെ പോയി ലാൻഡ് ചെയ്ത്. അപ്പോഴേക്കും സന്ധ്യയോടടുത്തിരുന്നു ഞങ്ങൾ അവിടുന്ന്. ആ സ്ത്രീനെ ഹെലികോപ്റ്ററിൽ കയറ്റി. അപ്പോൾ ആ സ്ത്രീക്ക് ചെറിയൊരു മകളുണ്ട്, ഭർത്താവുണ്ട്. അപ്പോൾ അവരെയും കൊണ്ടുവരണം. അവരെ അവിടെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. അപ്പോൾ ഈ സ്ത്രീ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ആ ഡേഞ്ചറസ് എന്തോ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹെലികോപ്റ്ററിൽ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത ചെറിയ കുട്ടി ഭർത്താവും കോൺസ്റ്റന്റ്ലി ഈ സ്ത്രീനെ ചോര ഇങ്ങനെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ലാൻഡ് ചെയ്തു. She was taken to the hospital immediately. അങ്ങനെ കുറെ മറക്കാൻ പറ്റാത്ത റെസ്ക്യൂ മിഷൻസ് ചെയ്തിട്ടുണ്ട്. ഈ മിലിറ്ററി ഓപ്പറേഷൻസിനേക്കാൾ കൂടുതൽ ഇത്തരം സിവിലിയൻ റെസ്ക്യൂ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവില്ലേ? സാധാരണ യുദ്ധമില്ലാത്ത കാലത്ത് ഹെലികോപ്റ്ററിനെ പോലെ ഉപകാരം ചെയ്യുന്ന വേറൊരു യന്ത്രം മിലിറ്ററിയിലില്ല. ഇപ്പൊ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താനും ഒക്കെ ഹെലികോപ്റ്റർ വിളിക്കുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. എല്ലാത്തിനും ഹെലികോപ്റ്ററിനെ വിളിക്കാനാണ് ഏറ്റവും ആവശ്യം. ഈ 2018 പ്രളയകാലത്താണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളതും റിവാർഡിംഗ് ആയിട്ടുള്ളതുമായ മിഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അന്ന് വാർത്തകളിൽ ഇടം പിടിച്ച ആ ഹെലികോപ്റ്റർ പറത്തിയത് താങ്കളായിരുന്നു. എന്തായിരുന്നു ആ സാഹചര്യം ഒന്ന് പറയാമോ? കുറേ മിഷൻസ് ഫ്ലൈ ചെയ്തു. അതിലത്തെ എനിക്ക് തോന്നുന്നത് ഒരു മിഷനിൽ 26 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അതെവിടെയായിരുന്നത്? ചാലക്കുടി അടുത്ത്, സംവെയർ ബിറ്റ്വീൻ ആലുവ ആൻഡ് ചാലക്കുടി. അവിടെ
ഒരു സന്ധ്യാസമയത്തായിരുന്നു, അതുപോലെ വൈകുന്നേരത്തെ ഒരു മിഷന് പോയതാണ് ഞാൻ. അപ്പോൾ ഒരു ടെറസിൽ നിന്ന് ഒരു 10, 17, 18 പേരെ ഞാൻ രക്ഷപ്പെടുത്തി. അത് ഒറ്റ ഹെലികോപ്റ്ററിൽ തന്നെ ഇത്രയും പേരെ കയറ്റിയോ സമയത്ത്? അല്ലാതെ വേറെ 2-3 പ്രാവശ്യം പോകാനൊന്നും സ്കോപ്പില്ല. അങ്ങനെ അവിടുന്ന് അവരെ എല്ലാവരും രക്ഷപ്പെടുത്തി. ഇത് അവിടുന്നുള്ള റിക്വസ്റ്റ് വന്നപ്പോഴാണോ ഹെലികോപ്റ്ററായിട്ട് അവിടെ ചെല്ലുന്നത്? എവിടുന്നാണ് നിങ്ങൾക്ക് ഈ അങ്ങോട്ട് പോകാനുള്ള നിർദ്ദേശം? ഫ്ലഡിന് സമയത്ത് ഞങ്ങൾ വി വർ ഫ്ലൈങ് ഓൾ ഓവർ. എവിടെയൊക്കെ ആൾക്കാർ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടോ അവിടുന്നൊക്കെ ആൾക്കാരെ ഞങ്ങൾ രക്ഷപ്പെടുത്തായിരുന്നു. റാൻഡം ഫ്ലൈ ആയിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് ഇന്റലിജൻസ് പലരും ലാറ്റ് ലോങ് അയച്ചു തന്നിട്ട് ഞങ്ങളുടെ ഓപ്പ് സെന്ററിൽ നിന്ന് ഞങ്ങൾക്ക് മിഷൻസ് ബ്രീഫിംഗ് ആൾക്കാർ സ്റ്റക്കാണ്, അവിടെ പോയി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ഞങ്ങൾ പല മിഷൻസ് ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് കൂടാതെ ഞങ്ങൾ ആൾക്കാരെ എവിടെയൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാർ അതെ അവർ വേവ് ചെയ്യും, അവർ ഫ്രാൻറ്റിക് ആയിട്ട് വേവ് ചെയ്യും ഞങ്ങളെ രക്ഷപ്പെടുത്തു പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആൾക്കാരെ രക്ഷപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹെലികോപ്റ്റർ മുകളിൽ ചെല്ലുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഇവരെ ലിഫ്റ്റ് ചെയ്യുന്നത്? ഹെലികോപ്റ്റർ ഹോവറിൽ വന്നാൽ അവിടുന്ന് റെസ്ക്യൂ ഹോയിസ്റ്റ് താഴ്ത്തും ഞങ്ങൾ. ഹെലികോപ്റ്ററിലുള്ള റെസ്ക്യൂ ഹോയിസ്റ്റ് അല്ല, ഒരു കമ്പി, അത് മെറ്റൽ കേബിളാണ്, മെറ്റൽ കേബിളാണ്. അത് താഴ്ത്തും. അത് താഴ്ത്തിയിട്ട് അതിന്റെ അറ്റത്തൊരു ഒരു റെസ്ക്യൂ ഒരു സ്ട്രാപ്പ് ഉണ്ട്. അത് കയ്യിലിട്ട് കൂടെ കയറ്റി ഓരോരുത്തരും. അല്ല, അതിനാദ്യം ഞങ്ങളൊരു ഡൈവറെ താഴ്ത്തു വിട്ടു. ഞങ്ങളുടെ ഒരു ക്രൂമൻ ഉണ്ട്, ഒരു വിഞ്ച്മാൻ, അയാൾ താഴ്ചെല്ലും. അങ്ങനെ ഓരോരുത്തരായിട്ട് മുകളിലേക്ക് വിടും. അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് ഈ കേരള ഫ്ലഡ്സിൽ എല്ലാ വീട്ടിലും എല്ലാ ടെറസിന്റെ മുകളിലും ഈ മെറ്റൽ ഷീറ്റ്സ് ആയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഓപ്പൺ സ്പേസസ് ഒന്നുമില്ല ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ചെറിയ കൺഫൈൻഡ് സ്പേസസ് ആണ് ഞങ്ങൾ പൊക്കിയെടുക്കുന്നത്. ഇത്തരം റെസ്ക്യൂ ഓപ്പറേഷൻസ് പോകുമ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ എത്ര പേരുണ്ടാവും നിങ്ങളുടെ ടീമിൽ? ഒരു ചെറിയ ഹെലികോപ്റ്റർ ആണെങ്കിൽ പ്രളയകാലത്ത് പോയപ്പോ ഞാൻ ഫ്ലൈ ചെയ്ത ഹെലികോപ്റ്ററിൽ 2 പൈലറ്റ്സ്, ഒരു നാവിഗേറ്റർ, 2 ഡൈവേഴ്സ്. അത് ഒരു ഡൈവർ താഴ്ത്തു പോകണം, ഒരു ഡൈവർ മറ്റേ വിഞ്ച് ഓപ്പറേറ്റ് ചെയ്യണം, വലിച്ചു കയറ്റാൻ. അത് മെക്കാനിക്കലാണോ? അത് ഹൈഡ്രോളിക് ആണ്, ഇലക്ട്രോ ഹൈഡ്രോളിക് ആണ്. ഇവിടെ മുകളിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് ആളെ കയറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പൊ അങ്ങനെ എന്റെ ക്രൂ 5 ആയിരുന്നു. അന്ന് ഞാൻ 26 പേരെ രക്ഷപ്പെടുത്തി ഒരു മിഷനിൽ. അപ്പൊ ആ ഹെലികോപ്റ്ററിൽ എത്ര പേർക്ക് വരെ കയറാമായിരുന്നു? സാധാരണ ഹെലികോപ്റ്ററിൽ 4 പേർക്ക് കയറാൻ പറ്റുള്ളൂ. 4 പേർക്കുള്ള സീറ്റേ ഉള്ളൂ ഹെലികോപ്റ്ററിൽ. ഹെലികോപ്റ്റർ 26 പേരെ റിസ്ക് പറഞ്ഞാൽ അവര് രക്ഷപ്പെടുത്താതെ പറ്റില്ലല്ലോ. അപ്പൊ അന്ന് ഹെലികോപ്റ്ററിന്റെ ഫ്ലോറിൽ ഒക്കെ എല്ലാരും അക്കോമഡേറ്റ് ചെയ്തു വന്നു. അല്ലാതെ ഇവരെ സീറ്റ് ഇവർക്ക് ഇരിക്കാൻ സീറ്റ്സ് ഒന്നുമില്ല ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ. അപ്പൊ നിലത്തിരുത്താതെ ഒരു നിവൃത്തിയില്ല. അത്ര ലോഡ് വഹിക്കുവോ? അത്ര അതിന്റെ മാക്സിമം ആണ് ഞാൻ അന്ന് റെസ്ക്യൂ ചെയ്തത്. ഇതിനു മുമ്പേ ഒരു ലോകത്തിലാരും ഇത്രയധികം ഈ സീക്കിങ്ങിൽ കയറിയിട്ടില്ല എന്നറിയോ? എന്റെ അറിവിലാരും ഇതുവരെ ഫ്ലൈ ചെയ്തിട്ടില്ല. ഇപ്പം ഞാനൊക്കെ പലപ്പോഴും ഹെലികോപ്റ്ററിൽ ചിലയിടത്ത് വെച്ച് ചില ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കയറും. ഗ്ലേഷ്യറിന്റെ മുകളിലേക്ക് പോകുക, ഇങ്ങനെയൊക്കെയുള്ള ചില സാഹസ പരിപാടിക്ക് പോകുമ്പോൾ അവിടെയൊക്കെ പോലും കൃത്യമായിട്ട് തൂക്കി നോക്കിയിട്ടാണ് ആളെ കയറ്റുക. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ പ്രിസിഷൻ ഒരു സംവിധാനം ഉള്ളിടത്ത് ഇത്രയും ആളുകളെ കയറ്റുക എന്ന് പറയുന്നത് അവിശ്വസനീയമായ ഒരു റിസ്ക് അല്ലേ? അതെ, റിസ്ക് അല്ല. ചില മിഷൻസിലൊക്കെ ഇങ്ങനൊരു ആൾക്കാരെ രക്ഷപ്പെടുത്തേണ്ട മിഷന് ഇറ്റ് ഈസ് ഓൾവേസ് റിസ്കി. ഒരു സംശയമില്ല, റിസ്ക് ഇല്ലാതെ ഒന്നും നേടാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ ആൾക്കാരൊക്കെ രക്ഷപ്പെടുത്താതെ അവരെ അതൊരു വളരെ ആവശ്യമാണ്. അവർ രക്ഷപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. ആ സമയത്ത് അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ സ്ട്രാപ്പ് ചെയ്ത് വലിച്ചു കയറ്റി അകത്തേക്ക് കൊണ്ടുവരിക, വീണ്ടും താഴേക്ക് വിടുന്നു, താഴെ നിൽക്കുന്ന ആള് വീണ്ടും ഇവരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ സമയം മുഴുവൻ ഹെലികോപ്റ്റർ ഇങ്ങനെ അതാ ഞാൻ ചോദിക്കുന്നത്, ഹോർ ചെയ്തിരിക്കണം. 26 പേരെ കയറണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ എടുക്കില്ല? അയ്യോ, അരമണിക്കൂർ ഒരു ഓൾമോസ്റ്റ് 1 മണിക്കൂർ എടുത്തു സ്റ്റഡി ആയിട്ട് ഹോർ ചെയ്തിട്ട്. അപ്പം ഇതിന്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളരെ താഴ്ത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ മെറ്റൽ ഷീറ്റ്സ് ലൂസായിട്ട് വന്ന് ഹിറ്റ് ചെയ്യും. അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഈ ബാക്കിൽ ടെയിൽ റോട്ടർ കറങ്ങുന്നത്, അതിന്റെ മുകളിലോട്ട് വന്ന് പിടിച്ചാൽ അപ്പം തന്നെ ഇമീഡിയറ്റ് ക്രാഷാണ് ഹെലികോപ്റ്റർ. ഇത് ഹെലികോപ്റ്ററിന്റെ ഹൈറ്റ് പൊന്തിക്കാനും പറ്റില്ല. കാരണം കേബിളിന്റെ പിന്നെ ബുദ്ധിമുട്ടുമാണ്. കേബിൾ ആടും. ആട്ടത്തിന് ഇത് ഏകദേശം എത്ര ഉയരത്തിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾ ഹോവർ ചെയ്തത്? ഒരു 30 അടി 30 അടി അത്രയും താഴ്ത്തണം, അല്ലാതെ റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. ഒരു 25 അടി 30 അടി ഒക്കെയാണ്. അതും ഒരു ചില ടെറസിന്റെ ഷീറ്റ്സ് വളരെ ലൂസായും അപ്പൊ കുറച്ചുകൂടി പൊക്കും. ചിലത് കുറച്ചുകൂടി സേഫ് ആയിട്ട് താഴത്തേക്ക് വരാം. അങ്ങനെ താഴത്ത് വന്ന് റെസ്ക്യൂ ചെയ്യും. അങ്ങനെ ഒരു ചലഞ്ചിങ് ആയിരുന്നു അത്. കാരണം ഇതൊന്നും ഞങ്ങൾ നേവിയിൽ ചെയ്യാത്ത മിഷൻസാണ്. നേവിയിൽ ഈ ഹെലികോപ്റ്റർ മൂന്നിക്കപ്പലിന്റെ അഗേൻസ്റ്റ് ഫ്ലൈ ചെയ്യണ ഹെലികോപ്റ്റേഴ്സ് ആണത്. അപ്പൊ അങ്ങനത്തെ മിഷൻസ് ഒക്കെയാണ് ഞങ്ങൾ സാധാരണ ഫ്ലൈ ചെയ്യുക. ഇത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ബോക്സ്. ഇങ്ങനൊരു
അപ്പോൾ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത മിഷൻസ് ഞങ്ങൾ ഫ്ലൈ ചെയ്തത്. അപ്പോൾ യു ഹാവ് ടു റീഇൻവെന്റ്. എവറി ഡേ വി വർ റീഇൻവെന്റിങ്. അപ്പോൾ ഈ പുതിയ ടെക്നോളജികളും അപ്പോൾ ഉരുത്തിരിഞ്ഞ് വരില്ലേ, പുതിയ ചിന്തകൾ, പുതിയ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ അതൊക്കെ ഓരോ എക്സസൈസ് കഴിയുമ്പോൾ ലെസൺസ് ലേൺഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിലിറ്ററി ഡോക്യുമെന്റ് ചെയ്യും, എന്തൊക്കെ നമ്മൾ പഠിച്ചു, ഇനി അടുത്ത പ്രാവശ്യം എങ്ങനെയൊക്കെ മാറ്റി ചെയ്യണം, കുറച്ചും കൂടി സക്സസ്ഫുൾ ആക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം. അത് ഓരോ മിഷൻ കഴിയുമ്പോഴും അതിൽ പ്രളയം വരണമെന്നൊന്നുമില്ല. ഈ പ്രളയകാലത്ത് 26 പേരെ റെസ്ക്യൂ ചെയ്ത കഥയാണ് പറഞ്ഞത്. അത് നിരന്തരം ആ ദിവസങ്ങളിലൊക്കെ പറക്കുകയായിരുന്നല്ലോ. വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ കുറെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തു നിന്ന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഒരു മിഷൻ മറക്കാൻ പറ്റാത്തൊരു മിഷൻ, ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു പാരാപ്ലജിക് വുമൺ, ഗേൾ. ആ കുട്ടി ഷീസ് കംപ്ലീറ്റ്ലി പാരലൈസ് ഫ്രം ദ വേസ്റ്റ് ബിലോ. ആ കുട്ടീനെ ഒരു ടെറസിൽ നിന്ന് റെസ്ക്യൂ ചെയ്തത് വളരെ ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും വളരെ ഫ്രാൻറ്റിക്കായിട്ട് വെയിവ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഹെലികോപ്റ്ററായിട്ട് അവിടെ പോയത്. അപ്പോൾ പക്ഷേ നോക്കുമ്പോൾ വളരെ ചാലഞ്ചിങ് ആയത് ഈ ടെറസിൻ്റെ മുകളിൽ മുഴുവൻ ഈ മെറ്റൽ ഷീറ്റ്സ് ആണ്, ഒരു ചെറിയ ഹോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഹോളിന്റെ ഉള്ളിൽ കൂടെ വേണം ഈ കുട്ടീനെ, താഴത്ത് വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടീനെ രക്ഷപ്പെടുത്തുന്നത്. അല്ല, ഈ കുട്ടി ഇങ്ങനെ പാരലൈസ്ഡ് ആണെന്ന് എങ്ങനെയാണ് കണ്ടപ്പോൾ മനസ്സിലായി. വീൽ ചെയർ കാണാം. അപ്പൊ ഞാൻ എന്റെ ഡ്രൈവറെ താഴത്തേക്ക് വിട്ടു. അപ്പൊ ഡ്രൈവർ പോയി ഈ കുട്ടീനെ വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടീനെ റെസ്ക്യൂ സ്റ്റോപ്പ് വെയർ ചെയ്തിട്ട് ആ കുട്ടീനെ അവിടെ ആ ചെയറിൽ തന്നെ റെസ്ക്യൂ ചെയ്യാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ച്, ഇൻഫാക്ട് ലെസ് ദാൻ ഇഞ്ച് അങ്ങോട്ടും കൂടെ മാറിയാൽ ഈ കുട്ടിക്ക് തട്ടും, ഈ കട്ട് ചെയ്തിട്ടുള്ള ഷീറ്റ് തട്ടും. ദാറ്റ് ക്യാൻ ബി വളരെ ഡേഞ്ചറസ് ആവാതെ. അപ്പോൾ അത് ടുക്ക് എ ലോങ് ടൈം. കാരണം ആ കുട്ടീനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയി തോന്നി അന്ന്. അത് മറക്കാൻ പറ്റാത്ത അങ്ങനെ 2-3 മിഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രഗ്നന്റ് ലേഡിയെ ഒരു പ്രഗ്നന്റ്, അത് പിന്നെയാണ് ആ കഥയൊക്കെ അറിഞ്ഞത്. ഒരു പ്രഗ്നന്റ് ലേഡീനെ ഞാൻ റെസ്ക്യൂ ചെയ്ത് ആ സ്ത്രീ പ്രസവിച്ച ആ കുട്ടിക്ക് എൻ്റെ മകന്റെ അതേ പേരിട്ടു എന്നൊക്കെ ഞാൻ പിന്നെ കേട്ടു. കഥകളൊക്കെ പിന്നെയാണ് ഞാൻ കേട്ടത്. ഈ റെസ്ക്യൂ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നേവൽ കരിയറിൽ ഒരു 36 കൊല്ലത്തെ ഫ്ലൈങ്ങിൽ ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ, റെസ്ക്യൂ ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ പേരോ അഡ്രസ്സോ ഒന്നും എനിക്കറിയില്ല. ആരെയാണ് ഞാൻ റെസ്ക്യൂ ചെയ്തത് ഒന്നും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. വേറൊരു നമ്മുടെ ഒരു ഇന്ത്യൻ പൗരനെ രക്ഷപ്പെടുത്തി എന്ന് അറിഞ്ഞാൽ മതി. പക്ഷേ നമ്മൾ പിന്നീട് തിരിച്ചറിയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. വൈശാഖിൽ ഞാൻ ഫ്ലൈ ചെയ്യുമ്പോൾ, വിശാഖപട്ടണത്തിൽ അന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ ഒരു എക്സ്പ്ലോഷൻ, ഒരു ഗ്യാസ്, ഒരു സിലിണ്ടർ ബേസ്റ്റ് ആയിട്ട് ഒരാളുടെ കൈ മുറിഞ്ഞുപോയി. അങ്ങനെ അയാളെ ഞാൻ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് നേവൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അന്ന് എനിക്കറിയേണ്ടില്ല ഈ കൈ മുറിഞ്ഞതാണെന്നുള്ളത്. ഫ്ലൈ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കണത് എൻ്റെ അടുത്തിരിക്കുന്ന മെഡിക്കൽ അസിസ്റ്റന്റിന്റെ കയ്യിലൊരു സെപ്പറേറ്റഡ് ആംപ്യൂട്ടഡ് ഹാൻഡ്. അങ്ങനെ അയാളെ റെസ്ക്യൂ ചെയ്ത് അയാളെ നേവൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു 14 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അയാളെ കണ്ടു. അയാൾ വന്ന് എന്നെ കണ്ടു. ഞാൻ നേവിലായിരുന്നു. അപ്പം അന്ന് പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് കൈ സേവ് ചെയ്യാൻ പറ്റിയില്ല. അത് ഒരു വുഡൻ പ്രോസ്തറ്റിക് ഹാൻഡായിരുന്നു അന്ന്. പക്ഷെ അന്നാണ് ഞാൻ റെസ്ക്യൂ ചെയ്ത ഒരാളെ തിരിച്ചു കാണാൻ പറ്റിയത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള റെസ്ക്യൂവിന് പോകേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ, കേരളത്തിൽ മാത്രമല്ലല്ലോ. അതെ. ഞാനന്ന് പണ്ട് രാംനാട്ടിൽ ഞാനായിരുന്ന ഒരു കാലത്ത് അവിടെ ഫ്ലാഷ് ഫ്ലഡ്സ് വന്നു. മധുരൈ ഡിസ്ട്രിക്റ്റിന്റെ അടുത്ത് ഒരു കമുദി എന്നുള്ളൊരു വില്ലേജിൽ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ഫ്ലഡ് വന്നു. അപ്പോൾ ക്ലൗഡ് ബേസ്റ്റ് വന്നിട്ട് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ അവിടെ പോയിട്ട് ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ കലക്ടർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ മധുരൈ ആ വില്ലേജിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു പുഴ കരകവിഞ്ഞ് ഒഴുകണ പുഴ, അതിൻ്റെ നടുവിൽ ഒരു 3-4 വീടിൻ്റെ മുകളിൽ കൂടെയാണ് പുഴ ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ വീടുകളുടെയൊക്കെ ടെറസിന് മുകളിലൊക്കെ ആൾക്കാർ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ രക്ഷപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ രക്ഷപ്പെടുത്തി ഒരു വീടിൻ്റെ മുകളിൽ ഒരു വയസ്സായ സ്ത്രീ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്ത്രീൻ്റെ ഞാൻ രക്ഷപ്പെടുത്താൻ പോയപ്പോൾ ആ സ്ത്രീ ആദ്യം ഒരു ഗോട്ടിനെ ആടിനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുക ആ സ്ത്രീ. അപ്പോൾ ആദ്യം ആടിനെ മുകളിലേക്ക് ഹെലികോപ്റ്ററിലേക്ക് തരുന്നു, ഇതിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ആടിനെ ഹെലികോപ്റ്ററിനുള്ളിൽ കയറ്റാൻ സ്കോപ്പില്ല, കാരണം അത് കോക്പിറ്റിന്റെ ഉള്ളിലൊക്കെ ഓടിയാലോ ഡേഞ്ചറസ് അല്ലേ. പക്ഷെ ആ സ്ത്രീ അപ്പൊ എൻ്റെ ഡ്രൈവർ പറയാണ് ആടിനെ പറ്റില്ല, നിങ്ങൾ വരും പറഞ്ഞപ്പോൾ ആ സ്ത്രീ വേണ്ട, എന്നെ രക്ഷപ്പെടുത്തണ, ആദ്യം നിങ്ങൾ ആടിനെ രക്ഷപ്പെടുത്തു എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ സ്ത്രീക്ക്. ആട് സ്ത്രീയുടെ അതായിരിക്കും. അങ്ങനെ അന്നൊരു ദിവസം
വളരെ റിസ്കി ആയിട്ട് ഞാൻ ആടിനെ രക്ഷപ്പെടുത്തി, ആ സ്ത്രീനെ രക്ഷപ്പെടുത്തി. അപ്പോൾ ആടും ചരിത്രം സൃഷ്ടിച്ച ആടാണ്. അതെ അതെ, ഏറ്റവും പേടി ആട് കോക്പിറ്റിലേക്ക് ഓടി വരുമെന്നായിരുന്നു. അപ്പൊ അതിനെ മുറുക്കെ പിടിക്കാൻ പറഞ്ഞു എല്ലാവരോടും, എന്റെ ക്രൂവിനോട്. മറക്കാൻ പറ്റാത്തൊരു റെസ്ക്യൂ വരുന്നത്. ഈ ഹെലികോപ്റ്ററുകൾ സാധാരണക്കാരുടെ ശ്രദ്ധയിൽ വരുന്നത് ഏതെങ്കിലും VVIP-കൾ വന്ന് ലാൻഡ് ചെയ്യുമ്പോഴൊക്കെയാണ് അല്ലെ? ഈ റെസ്ക്യൂ ഓപ്പറേഷൻ അല്ലാത്ത സമയത്ത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാര് ഇവരെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യലും നിങ്ങളുടെ ഒരു ജോലിയുടെ ഭാഗമല്ലേ? അത്തരത്തിൽ കുറെ പേരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? കുറെ VIPs ഫ്ലൈ ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് എടുത്ത് പറയേണ്ട VIPs നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജീനെ ഞാൻ കൊച്ചിയിൽ നിന്ന് എയർക്രാഫ്റ്റ് കാരിയറിലേക്ക് ഫ്ലൈ ചെയ്ത് ഞാനാണ്. അവർക്ക് അത് കൊച്ചിയിൽ പുറംകടലിലെ ഒരു എക്സസൈസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാനാണ് ഫ്ലൈ ചെയ്ത്. പിന്നെ പ്രസിഡന്റ് KR നാരായണന് ഗോവയിൽ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ ഈ ഫ്ലൈ ചെയ്യുമ്പോൾ ഈ ഹെലികോപ്റ്ററിനെ കുറിച്ചോ ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കും. പക്ഷെ മറക്കാൻ പറ്റാത്തത് ഈ ഇവരുടെ ഓർമ്മശക്തി. ഈ ഞാൻ അന്ന് പ്രധാനമന്ത്രിനെ ഫ്ലൈ ചെയ്ത് അത് ഏത് വർഷമായിരുന്നു? 2017. അന്ന് ഞാൻ ഫ്ലൈ ചെയ്ത് എന്തോ ചോദിച്ചു, ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഞാൻ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് ഞാൻ ശൗര്യചക്ര അവാർഡ് വാങ്ങാൻ ഡൽഹിയിൽ പോയത്, രാഷ്ട്രപതി ഭവനിൽ. അന്ന് അദ്ദേഹം എന്നെ ഓർമ്മ വന്നു. ഞാൻ അന്ന് അദ്ദേഹത്തിന് ഫ്ലൈ ചെയ്ത് അദ്ദേഹത്തിന് ഓർമ്മ. അത് മറക്കാൻ പറ്റാത്തൊരു. ഏതെങ്കിലും ഈ ടെൻഷനുള്ള ഒരു കാലഘട്ടത്തിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? 1987 IPKF ശ്രീലങ്ക, ഈ സ്മഗ്ലിംഗ്, ആയുധങ്ങളുടെ കള്ളക്കടത്ത്, പെട്രോൾ, മെഡിസിൻസ്, ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കള്ളക്കടത്ത് നടത്തുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കടത്ത് നടത്തിയിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ താഴെയുള്ള കൊടുക്കുകയാണോ അതോ നിങ്ങൾ ഇവിടുന്ന് അറ്റാക്ക് വല്ലതും ചെയ്യുമോ? ഞങ്ങൾക്ക് weapons, we had the guns fitted on the helicopter. ഞങ്ങളുടെ ഓരോ സ്ഥലത്ത് പോയി റെക്കി ചെയ്ത് അവിടെ ഈ LTT ഈ ആൾക്കാരില്ല എന്നുള്ളത് അത് ആകാശത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ ബുഷസിന്റെ ഉള്ളിൽ അവർ ഒളിച്ചിരിക്കും. തന്നെ ഇവരുടെ അറ്റാക്ക് ഉണ്ടാവില്ലേ? ഹെലികോപ്റ്റർ താഴ്ത്തു വരുമ്പോൾ അവർ ഫയർ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന പല സ്ഥലത്തും നമ്മൾ റെസ്ക്യൂവിന് പോകേണ്ടി വരുന്നുണ്ടല്ലോ. ഓഖി പോലുള്ള പ്രശ്നം ഉണ്ടായപ്പോഴും അല്ലേ? പിന്നെ മറക്കാൻ പറ്റാത്ത സംഭവമായിരുന്നു ഓഖി. ദിവസം മുഴുവൻ ഞങ്ങൾ ഫ്ലൈ ചെയ്തു. അങ്ങനെ കുറേ പേരെ രക്ഷപ്പെടുത്തി. ഞാൻ എൻ്റെ ഹെലികോപ്റ്ററിൽ ഞാനൊരു 17 പേരെ രക്ഷപ്പെടുത്തി. വെസൽസ് എല്ലാം മറിഞ്ഞിട്ട് ടോപ്പ് ക്യാപ്സൈസ് കിടക്കരുത്. അതായത് തലകുത്തി കിടക്കരുത്. ഇതിന്റെ മുകളിൽ അള്ളിപ്പിടിച്ച് കിടക്കുക ആൾക്കാർ. രാത്രി പിന്നെ ഫ്ലൈ ചെയ്യാൻ ഒരു സ്കോപ്പില്ല. അങ്ങനെ മഴയായിരുന്നു. പക്ഷെ എനിക്കറിയാം അവിടെ ഇനിയും ഇഷ്ടം പോലെ ആൾക്കാരെ. അങ്ങനെ വെറും ചാൻസ് ഉണ്ടോ എന്ന് നോക്കി ഞാൻ ഫ്ലൈ ചെയ്താണ് രാത്രിയില്. അപ്പൊ ഷിപ്പിന്റെ ലൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഷിപ്പിന് കാണാം. പക്ഷെ ഈ ഷിപ്പ് പറയണ ബോട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഭാഗ്യത്തിൽ അവരൊരു ലേസർ പോയിന്റർ അവരുടെ ഈ ഷിപ്പിലത്തെ ആൾക്കാരെ അടിക്കുന്നുണ്ടായിരുന്നു ആ ബോട്ടിലേക്ക്. ഭാഗ്യത്തിന് ഞാൻ ആ ബോട്ട് കണ്ടു. ഒരേ ഒരു ഫിഷ്, ഒരു മൂവ്മെന്റും ഇല്ല. അയാൾ മരിച്ചിട്ടുണ്ടോ ഇല്ലയെന്നും എനിക്കറിയില്ല. ഒരു കയർ പിടിച്ച് കിടക്കുക ആ ബോട്ടിന് മുകളിൽ. രാജ്യത്തിന് പുറത്ത് പോയിട്ട് ഇത്തരം ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ടോ? അന്റാർട്ടിക്കയിൽ 2 എക്സ്പെഡിഷൻസ് പോയിരുന്നു. ഞാൻ 4 സയന്റിസ്റ്റിനെ ഒരു മലേന്റെ മുകളിൽ കൊണ്ട് ഇറക്കി. അവരൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അവരെ അവിടുന്ന് ഒരു പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരായിരുന്നു പ്ലാൻ. അവിടെ ഈ പെട്ടെന്ന് കാലാവസ്ഥ മോശമാവും. ഈ മോശമായാൽ എന്താണ്? മഞ്ഞുകാറ്റ്, അതിനാണ് ബ്ലിസേർഡ് എന്ന് പറയാം. അവരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവര് മരിച്ചു പോകുന്നുള്ള ഒരു ഉറപ്പാണ്.